നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. വളരെ രസകരമായ ഒരു റെക്കോർഡ് പറയാൻ വേണ്ടിയിട്ടാണ്. വളരെ രസകരം എന്ന് പറയാൻ പറ്റില്ല, ചില രീതിയിൽ അത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ന് അത് ആലോചിക്കുമ്പോൾ ലൈറ്റ് ഹാർട്ടഡാണ്. വളരെ ലളിതമായി നമുക്കതിന് കാണാൻ പറ്റും. കാരണം പിന്നെ മെസ്സിയെക്കുറിച്ചാണത് ആ റെക്കോർഡ്. മെസ്സിയുടേതാണ് ആ റെക്കോർഡ്. അതായത് അദ്ദേഹം ഇന്നലെ 2 ഗോൾ അടിച്ചു ഓസ്ട്രിയക്കെതിരെ. അതുകൊണ്ടാണ് നമുക്കതൊരു ലളിതമായി തോന്നുന്നത് ആ റെക്കോർഡ്. അതല്ലെങ്കിൽ അതൊരു ലളിതമായ റെക്കോർഡല്ല. അതായത് ആ റെക്കോർഡ് ഇതാണ്: ലോകകപ്പിൽ മൊത്തം ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിച്ചിട്ടുള്ള താരം ലിയണൽ മെസ്സിയാണ്. അത് 7 എണ്ണമാണ്. 7 പെനാൽറ്റികളാണ് 6 ലോകകപ്പുകളിലായിട്ട് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അതായത് നോർമൽ ടൈമിൽ, അതായത് 90 മിനിറ്റിനുള്ളിൽ സാധാരണ സമയത്ത് കിട്ടിയ പെനാൽറ്റികൾ അടിച്ച കാര്യമാണ് പറഞ്ഞത്. അത് ഏറ്റവും കൂടുതൽ ലോകകപ്പിൽ അടിച്ചിട്ടുള്ളത് ലയണൽ മെസ്സിയാണ്. 7 എണ്ണമാണ് അദ്ദേഹം അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പെനാൽറ്റി പാഴാക്കിയ താരവും ലിയണൽ മെസ്സിയാണ്. എന്തൊരു വൈരുദ്ധ്യമാണല്ലേ! ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിച്ചത്, ഏറ്റവും കൂടുതൽ പെനാൽറ്റി പാഴാക്കിയ താരവും ലിയണൽ മെസ്സിയാണ്. അത് 3 എണ്ണമാണ്. ഈ കിട്ടിയ 7 പെനാൽറ്റികളിൽ 3 എണ്ണം അദ്ദേഹം മിസ് ചെയ്തു. അത് ഒന്ന് 2018 ലോകകപ്പിൽ ഐസ്ലൻഡിനെതിരെയായിരുന്നു. മറ്റൊന്ന് 2022 ലോകകപ്പിൽ പോളണ്ടിനെതിരെയാണ്. ഇപ്പോൾ 2026 ലോകകപ്പിൽ ഓസ്ട്രിയക്കെതിരെ ഒന്നുകൂടി വന്നിരിക്കുന്നു. അങ്ങനെ ലോകകപ്പുകളിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി അടിച്ചിട്ടുള്ള താരവും മെസ്സിയാണ്, ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള താരവും മെസ്സിയാണ്. അദ്ദേഹം 7 എണ്ണം അടിച്ചു, 3 എണ്ണം നഷ്ടപ്പെടുത്തി, 4 എണ്ണം അടിച്ചു. അപ്പോൾ അതൊരു രസമുള്ള റെക്കോർഡായിട്ട് തോന്നുന്നു.